ഇന്ന് നമുക്ക് പരിചയപ്പെടുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരി, കേരളത്തിൻ്റെ പാചക കുലപതി എന്ന പേരിൽ വിഖ്യാതനായ, എല്ലാ കഴിഞ്ഞ 10-20 വർഷത്തിലേറെയായി കേരളത്തിലും മറ്റ് രാജ്യങ്ങളിലും സദ്യ ഒരുക്കുകയും മലയാളികളെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും മലയാളികളെ ഭക്ഷണം കൊടുത്ത്, നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്ത് കേരളത്തിന് പേരും പെരുമയും, കേരളത്തിൻ്റെ സദ്യ ലോകം മുഴുവൻ അങ്ങനെ വിഖ്യാതമായ രീതിയിൽ പെരുമയെടുപ്പിച്ച ശ്രീ പഴയിടം മോഹനൻ നമ്പൂതിരി ആണ് ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ വളരെ കാലങ്ങളായിട്ട് ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 7 ദിവസമെങ്കിലും എല്ലാ വർഷവും ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുകയും അവരുടെ കലാമൂല്യങ്ങളെ വളർത്തിയെടുക്കുന്നതിന് ഒരു ഭാഗമാവുകയും ചെയ്തതിന് കേരള സർക്കാർ പല അവാർഡുകൾ കൊടുത്ത് അങ്ങനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും UK-യിലും പിന്നെ ലോകത്തിൻ്റെ മറ്റു രാജ്യങ്ങളിലെല്ലാം പോയി സ്വന്തമായിട്ട് ആൾക്കാരെ കൊണ്ടുപോയിട്ടല്ല, തന്നെത്താൻ പോയി അവർക്ക് വേണ്ട ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു മഹാപ്രതിഭ ആണിന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വേളയിൽ അദ്ദേഹം ബാംഗ്ലൂർ വരികയും നമ്മളുടെ കൂടെ ഇന്നിവിടെ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ഒരു ചെറിയൊരു പോഡ്കാസ്റ്റ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുകയാണ് ഇന്നിവിടെ ചെയ്യുന്നത്. കുറിച്ചിത്താനം എന്ന് പറയുന്ന അവിടെ പല അങ്ങയുടെ ആ കുട്ടിക്കാലം തൊട്ടുള്ള അനുഭവങ്ങളും എങ്ങനെയാണ് ഈ പാചകരംഗത്ത് അങ്ങ് എത്തിപ്പെട്ടതെന്ന് ചെറിയ രീതിയിലൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തു വളരെ നന്നായിരിക്കും. കുട്ടിക്കാലത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അനുഭവങ്ങളുടെ ഒരു ഓർമ്മകളൊന്നും എന്നിലില്ല. സാധാരണക്കാരുടെ ബാല്യം പോലെ എൻ്റെ ബാല്യവും കടന്നു പോയതാണ്. പക്ഷേ പാചകരംഗത്തേക്ക് വന്നതിന് ശേഷമാണ് പൊതുവെ അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ പാചകത്തിന് വരുന്നതിന് മുൻപും പാചകത്തിന് ശേഷവും ഉള്ള ജീവിതത്തിൻ്റെ 2 പുറങ്ങൾ, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാചകത്തിന് മുൻപുള്ള പുറത്തിനെക്കുറിച്ചൊന്നും പറയാനില്ല. പാചകം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ആൾക്കാർ അറിയുകയും ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്തത്. അപ്പം അതുകൊണ്ട് അതിന് കുട്ടിക്കാലം മുതലുള്ള ഓർമ്മകളെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് എനിക്കൊന്നും പറയാൻ എൻ്റെ കയ്യിലില്ല. പിന്നെ പാചകരംഗത്ത് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസമുള്ള ഒരു ബ്രാഹ്മണന് നമുക്ക് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പെട്ടെന്നൊരു ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഇല്ലാതെ വന്നപ്പോൾ പാചകരംഗത്തേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. പലരോടും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ബ്രാഹ്മണന് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ പൂജാരിയായിട്ട് പോവുക, അല്ലെങ്കിൽ പാചകത്തിന് നടക്കുക. ഇപ്പോൾ ആൾക്കാരോട് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരു പക്ഷേ അതൊരു തമാശയായിട്ട് തോന്നാം. കാരണം ആ കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതുണ്ട്. 80 മുതൽ 90 വരെയുള്ള ആ ഒരു 10 വർഷക്കാലത്ത് ആണ് പാചകരംഗത്തേക്ക് കടക്കുന്നത് തന്നെ. 87 കൃത്യമായിട്ട് പറഞ്ഞാൽ. ഒരു പൂജാരിയെ സംബന്ധിച്ചിടത്തോളം പൂജാരി എത്രമാത്രം ഡെഡിക്കേറ്റഡായിട്ട് പൂജ ചെയ്താലും, എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഈശ്വരനെ വിളിച്ചാലും, ഒരാൾക്ക് വേണ്ടിയിട്ടാണല്ലോ പൂജ ചെയ്യുന്നത്. അങ്ങേർക്കതിന് യോഗ ഇല്ലെങ്കിൽ റിസൾട്ട് കിട്ടില്ല. റിസൾട്ട് കിട്ടിയാൽ താനും പഴി പൂജാരിക്ക് ഇരിക്കും. അതേസമയത്ത് പാചകം എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്.
പാചകം ചെയ്ത് വിളമ്പിക്കഴിഞ്ഞാൽ 2 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ നമുക്കൊരു അതിൻ്റെ റെസ്പോൺസ് എന്താണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഫീഡ്ബാക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ വളരെ ക്വിക്കായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവത്തിലേക്ക് യാദൃശ്ചികമായിട്ട് വന്നു എന്ന് പറയാം. ആണ് പാചകരംഗത്തേക്ക് എത്തിയത്. പാചകരംഗം എന്ന് പറയുക, പാചകം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു പാചകത്തിൻ്റെ രീതിയൊന്നും ആയിരുന്നില്ല അന്ന്. ആദ്യം അന്ന് ഒരുപാട് മഹാരഥന്മാരുണ്ടായിരുന്നു. മലമേൽ നീലകണ്ഠൻ നമ്പൂതിരി, പാണ്ഡം ശങ്കരൻ നമ്പൂതിരി, എറണാകുളത്ത് കൃഷ്ണയ്യർ, വിനായക സ്വാമി, അങ്ങനെ തൃശ്ശൂരാണെങ്കിൽ അമ്പിസ്വാമി, അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ളൊരു കാലഘട്ടം. അവരൊക്കെ തെളിഞ്ഞു നിന്നിരുന്ന കാലഘട്ടത്തിൽ ശരിക്കും മലമേൽ നീലകണ്ഠൻ നമ്പൂതിരിയുടെ കൂട്ടത്തിലായിരുന്നു ആദ്യത്തെ പാചകരംഗത്തിനൊക്കെ ഒരു പോയിക്കൊണ്ടിരുന്നത്. ആദ്യമൊക്കെ ചെറിയ ജോലികൾ, കുറിച്ചിത്താനത്ത് അമ്പലത്തിൽ വല്ലപ്പോഴും ഒരിക്കൽ നടക്കുന്ന നാമജപത്തിന് വന്നെത്തുന്ന 10-50 ആൾക്കാർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പാചകത്തിൻ്റെ തുടക്കം. അന്ന് എൻ്റെ അച്ഛൻ്റെ മരുമകനായിരുന്നു അവിടുത്തെ മേശാന്തി. അപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ വന്നത്. പക്ഷേ അതൊരു പാചകക്കാരനെന്ന നിലയ്ക്ക് നമുക്ക് അറിയപ്പെടാനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. പാചകക്കാരനെന്ന രീതിക്ക് അറിയപ്പെടണം, നമ്മളതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രമാത്രം ആൾക്കാർക്ക് പാചകം ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്കൊരു യാത്രയ്ക്ക് എന്നെ സഹായിച്ചത് മലമേൽ നീലകണ്ഠൻ നമ്പൂതിരിയെ പോലുള്ള മഹാരഥന്മാർ തന്നെയായിരുന്നു. അവരുടെ കയ്യിൽ നിന്നും അതുപോലെ മറ്റ് പല പ്രമുഖരുടെയും കൂടെ എനിക്ക് പാചകം ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു. ആദ്യം വിറക് കൊണ്ട കൊടുക്കലും നാളികേരം ചിരകലും തുടങ്ങിയ പരിപാടികൾ, കഷ്ണം മുട്ടലൊക്കെ പരിപാടിയാണ്. അടുപ്പത്തേക്ക് അടുപ്പിക്കണമെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു 2-3 വർഷം കൂടുതൽ നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ ഏൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആ ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഷ്ടപ്പെട്ടു ആദ്യകാലങ്ങളിൽ. ഒരു 2002 കൂടിയാണ് ശരിക്കും എസ്റ്റാബ്ലിഷ്ഡ് ആയതെന്ന് പറയാം പാചകത്തിൽ. ഈ വിദേശങ്ങളിലൊക്കെ പോയിട്ട് ആൾക്കാർ, ഇപ്പോൾ മലയാളികൾ എല്ലാ സ്ഥലത്തും വിദേശങ്ങളിൽ മലയാളികളുണ്ട്. അപ്പോൾ ഈ അമേരിക്കയിലൊക്കെ ഒറ്റയ്ക്ക് പോയിട്ട് 1000 ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ അവിടെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഭക്ഷണം, എല്ലാവിധ സദ്യകളും ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു റിസ്ക് അല്ലെങ്കിൽ ചലഞ്ച് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും? അത് സാധാരണഗതിയിൽ മറ്റുള്ള രാജ്യങ്ങളിലെ പാചകത്തിനൊക്കെ പോകുമ്പോൾ അതാത് സ്ഥലങ്ങളിലെ മലയാളി അസോസിയേഷനുകളുടെ ക്ഷണപ്രകാരമാണ് പോകാറ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വിസയുടെ പ്രശ്നമുണ്ട്. മാത്രമല്ല കൂടുതൽ ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരുപാട് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ തന്നെയാണ് പോകാറുള്ളത്. പക്ഷെ അന്നേരം അവിടുത്തെ അസോസിയേഷനിൽപ്പെട്ട് നമ്മൾ പറയാറുണ്ട്, ഒരു 10-15 പേരെങ്കിലും മിനിമം, ഒരു 10 പേരെങ്കിലും അടുക്കളയിൽ സഹായത്തിനുണ്ടാവണം. ഒരു 10-30 പേർക്ക്, ഒരു 1000 പേരൊക്കെ വരുന്നൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഒരു 30 പേരൊക്കെ കഷ്ണം വെട്ടിത്തരാനായിട്ട് കൂട്ടത്തിൽ നിർത്തും. അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ ഓരോന്നും എങ്ങനെ അതിൻ്റെ അളവും ഒക്കെ കാണിച്ചു കൊടുത്ത്, ഏത് രീതിക്ക് എൻ്റെ ഡയമെൻഷൻസും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് കഷ്ണങ്ങൾ വെട്ടി മേടിച്ചിട്ട് നമ്മൾ പാചകം ചെയ്യും. പക്ഷേ അപ്പോൾ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മാത്രം. എല്ലാം നമ്മൾ തന്നെ വേണ്ടി ഒരു ഫിനിഷ് ചെയ്യൽ. കാരണം അവർക്കാർക്കും അറിയില്ലാത്തതാണല്ലോ, കുറേ സമയം എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാ അടുപ്പത്തും ഇരിക്കുന്ന സാധനങ്ങളിൽ ഒരുപോലെ കണ്ണെത്തണം എന്നൊരു ഇതാണ്. അങ്ങനെ നിഷ്കർഷയോടെ കൂടി നോക്കി നിന്നാൽ മാത്രമേ ഒന്നും കേടാവാതെ അല്ലെങ്കിൽ കരിഞ്ഞു പോകാതെ നമുക്കത് പാചകം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവർ എല്ലാ ആൾക്കാരും തന്നെ ഉത്സാഹമുള്ളവരാണ്. പിന്നെ കുറച്ചൊക്കെ ഇതിനൊരു ക്രേസും ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ കൊണ്ട് സാമാന്യം നന്നായിട്ട് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം പാചകങ്ങൾ ചെയ്യാറ്. അങ്ങനെ അല്ലാണ്ട് ചെയ്യാൻ പറ്റുമില്ല. ഒരൊറ്റ പ്രശ്നമുള്ള A to Z ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. അവസാനം അരി വയ്ക്കുന്ന സ്ഥലം വരെ ചെന്ന് നോക്കണം. ഇപ്പോൾ ഒരു 22 ഐറ്റം ഉണ്ടെങ്കിൽ 22 ഐറ്റം ഫിനിഷ് ചെയ്യാൻ നമ്മൾ തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ 30 ഐറ്റമാണ് 30 ഐറ്റം ഫിനിഷ് ചെയ്യാൻ നമ്മൾ തന്നെ വേണ്ടി വരും എന്നുള്ളിടത്താണ് അതിൻ്റെ പ്രശ്നം വരിക. അപ്പോൾ കൂട്ടത്തിൽ ആൾക്കാരുടെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മൾ ഫിനിഷ് ചെയ്യാറാണ് പതിവ്. പിന്നെ അതിന് മറ്റൊരു പ്രശ്നം, മറ്റു രാജ്യങ്ങളിൽ എത്തുമ്പോൾ കേരളത്തിൽ കിട്ടുന്ന പോലുള്ള പച്ചക്കറികൾ കൃത്യമായിട്ട് കിട്ടാറ് പതിവില്ല. പിന്നെ കിട്ടുന്നതിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ പാത്രങ്ങൾ, അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പാത്രങ്ങളൊന്നും ചില സ്ഥലങ്ങളിലേക്ക് ഉണ്ടെങ്കിലും എല്ലാ സ്ഥലത്തൊന്നുമില്ല. പല സ്ഥലങ്ങളിലും ഇല്ല, ചുരുക്കം ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന പാത്രത്തിൽ നമ്മൾ പാചകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കണം. പാത്രത്തിൻ്റെ അവസ്ഥ, ഗ്യാസ് സ്റ്റവിൽ കിട്ടുന്ന ഫ്ലെയിമിൻ്റെ പവർ, കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ സഹകരണം, നമ്മൾ പാചകം ചെയ്യാൻ എടുക്കുന്ന ടൈം, എപ്പോഴാണ് വിതരണം ചെയ്യേണ്ട സമയം, ആ സമയത്തിനുള്ളിൽ ഇതൊരു ഷെഡ്യൂൾഡ് ടൈമിനുള്ളിൽ നമ്മൾ അവസാനിപ്പിക്കണം. എന്നല്ലാണ്ട് അവർക്ക് പാചകം വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ
അപ്പം എല്ലാം ഒരുപോലെ സമയം കാര്യങ്ങളെല്ലാം ഒരുപോലെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ വെച്ചിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഈ സ്കൂൾ യുവജനോത്സവത്തിൽ ഇപ്പോൾ 20 വർഷത്തിൽ കൂടുതൽ ആയില്ലേ ഈ പാചകം ചെയ്യാൻ തുടങ്ങിയിട്ട്. അന്ന് തുടങ്ങിയ കാലത്തും ഇന്നും തമ്മിലുള്ള വ്യത്യാസം അത് എത്ര ഈ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ഓവറോൾ? എന്താണ് ആ ഒരു അന്ന് ചെയ്തിരുന്ന രീതിയും ഇന്ന് ചെയ്യുന്ന രീതിയും തമ്മിൽ വ്യത്യാസവും, പിന്നെ ഒരുപാട് മീഡിയ അറ്റൻഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ പാചകം എന്ന് പറയുന്നത് ഒരു കലോത്സവത്തിൻ്റെ തന്നെ വേറൊരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പണ്ട് കാലത്ത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടോയെന്ന് പോലും നമ്മളൊന്നും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നതല്ല. ഇന്ന് ഭക്ഷണം എന്ന് പറയുന്നത് കലോത്സവത്തിൻ്റെ തന്നെ ഒരു എന്താ പറയുക, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് എല്ലാ വർഷവും അതിലൊരു മുടക്കവും കൂടാത്ത രീതിയിൽ ഒരു വിദ്യാർത്ഥിക്ക് പോലും എന്താ വയറിനസുഖം വരികയോ അല്ലെങ്കിൽ ആ ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെയൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഇതിന് ഇത്രയും ശുഷ്കാന്തിയോടും ഇത്രയും ശ്രദ്ധയോടും കൂടിയിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പാചകം കൊടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഉത്തരവാദിത്വവും അത് തന്നെയല്ല, ഒരു എന്താ പറയുക, ഒരു പ്രതിഭാസം തന്നെയാണെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ചോദ്യം വളരെ നീണ്ടതായിരുന്നു, അതുകൊണ്ട് ഉത്തരവും ഒരുപക്ഷെ കൂടുതൽ സമയമെടുത്തേക്കാം. 2000 ആണ്ടിലാണ് ആദ്യമായിട്ട് സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്യുന്നത്. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് 2000 ആണ്ടിൽ ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തിരുന്നു. 2004 സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവത്തിന് പാചകം ചെയ്തിരുന്നു. ആ വർഷം തന്നെ സംസ്ഥാന ശാസ്ത്രമേളയ്ക്കും പാചകം ചെയ്യാൻ അവസരം കിട്ടിയിരുന്നു. 2005 സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് പാചകം ചെയ്യും. 2006 മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്യുവാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ തുടർച്ചയായിട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യകാലങ്ങളിൽ, അതായത് ഈ 2000 മുതൽ അല്ലെങ്കിൽ 2005, 2006 കാലഘട്ടങ്ങളിലൊക്കെ സ്കൂൾ കലോത്സവങ്ങൾ 3ആയിട്ടാണ് നടത്തിയിരുന്നത്. ഒന്ന് സ്കൂൾ കലോത്സവം, പിന്നെ 3 4 5 സെക്ഷനൊക്കെ ആയിട്ടാണ്. കാരണം സംസ്ഥാന സ്കൂൾ കലോത്സവം, സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവം, സംസ്ഥാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം, സംസ്ഥാന TTIയുടെ അവരുടെ കലോത്സവം, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെപ്പറേറ്റായിട്ട് സംസ്ഥാന തലത്തിൽ നടത്തി വന്നിരുന്ന മത്സരങ്ങളായിരുന്നു അന്ന് നടന്നിരുന്നത്. 2006 അപ്പോൾ വലിയ ആൾക്കാരൊന്നും അങ്ങനൊരു ഈ പറയുന്നത്ര ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 10,000 താഴെയുള്ള ആൾ, അല്ലെങ്കിൽ 10,000 11,000 അത്രയൊക്കെ ആൾക്കാരൊക്കെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2009 മുതലാണ്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, 2009 മുതലാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന പേരിൽ ഈ കലോത്സവങ്ങളെല്ലാം കൂടി മെർജ് ചെയ്ത്, അതായത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സ്കൂൾ കലോത്സവം, TTI കലോത്സവം, അറബിക് കലോത്സവം, സംസ്കൃതോത്സവം, അങ്ങനെ എല്ലാം കൂടി ഈ ആർട്സ്, അതായത് ഈ ആർട്സിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാം കൂടി ഒന്നിച്ചിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നൊരു രീതിയിലേക്ക് മാറ്റമുണ്ടായി. അപ്പോൾ അന്ന് തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് അങ്ങനെ മെർജ് ചെയ്തിട്ട് നടന്നിരുന്നത്. പക്ഷെ അന്ന് ചെയ്ത് 2 സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്ത്. ഒന്ന് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും, പിന്നെ ഒന്ന് ആട്ടക്കുളങ്ങര ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ 2 അടുക്കള ഒരേ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരുന്നു അന്ന് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നുള്ള പേരിൽ വന്നപ്പോൾ തുടങ്ങിയത്. പക്ഷെ അന്ന് പക്ഷേ ഈ 10,000 താഴെ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ എല്ലാം കൂടി ഒന്നിച്ച് വന്നപ്പോഴേക്കും ഏതാണ്ട് 17,000 18,000 ആൾക്കാർ വന്നു തുടങ്ങി. പിന്നീട് അടുത്ത വർഷം നടന്ന കോഴിക്കോടായിരുന്നു. കോഴിക്കോട് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളും കോഴിക്കോട് ടാഗോർ തിയേറ്ററിൽ വെച്ചിട്ടും അങ്ങനെ 2 അടുക്കളയിലായിരുന്നു ഭക്ഷണം പാചകം ചെയ്തത്. അതിന് ശേഷമാണ്
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എല്ലാം കൂടി 2 അടുക്കള മാറ്റി ഒരടുക്കളയിലേക്ക് മാറി ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും എന്താ വെച്ചാൽ ഈ ആൾക്കാരുടെ എണ്ണം കൂടിയത് കൊണ്ട് സ്റ്റേജുകളുടെ എണ്ണം കൂടുതലാക്കി. അപ്പോൾ അതിനു മുൻപ് 12 വേദികൾ 14 വേദികളിൽ നടന്നുകൊണ്ടിരുന്ന മത്സരങ്ങൾ 25 വേദികളിലേക്ക് വരെ എത്തിയിരുന്നു. അപ്പോൾ വേദികളുടെ എണ്ണം കൂടുന്തോറും പാർട്ടിസിപ്പൻസിനെ കൂടുതൽ ഓരോ ദിവസവും അക്കോമഡേറ്റ് ചെയ്ത് കൊടുക്കാനും കഴിഞ്ഞു. അങ്ങനെയാണ് ഈ സ്കൂൾ കലോത്സവം എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴാണ് ഈ കുട്ടികളുടെ എണ്ണം ഇത്രമാത്രം കൂടാൻ തുടങ്ങിയത്. പിന്നീടത് 18,000 അത് 20,000 25,000 അതിനും മുകളിലേക്ക് കടക്കാൻ തുടങ്ങിയത്. 2013 മലപ്പുറത്ത് വെച്ചിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത കലോത്സവം ഉണ്ടായിരിക്കുന്നത്. അന്ന് ആവറേജ് എല്ലാ ദിവസവും 25,000-ന് മുകളിൽ ഒരു നേരം ഉച്ചയ്ക്ക് മാത്രം കുട്ടികൾ വരുന്നുണ്ടായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം. അപ്പോൾ ഈ കുട്ടികളുടെ എണ്ണം കൂടിയത് കൊണ്ട് സ്റ്റേജുകളുടെ എണ്ണം ഇപ്പോൾ വീണ്ടും കൂടിയിട്ടുണ്ട്. ഐറ്റംസ് കൂട്ടിക്കൊണ്ട് ഇപ്പോൾ 30-ന് മുകളിൽ സ്റ്റേജുകളാണ്, വേദികളിലാണ് ഒരേ ദിവസം കൊടുക്കുന്നത്. ദിവസങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തു. 7 ദിവസങ്ങളായിട്ട് നടന്നു വന്നിരുന്ന കലോത്സവം ഇപ്പോൾ 5 ദിവസത്തിലേക്ക് 5 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു ദിവസം വരുന്ന കുട്ടികളുടെ എണ്ണത്തിൻ്റെ വർധനവ് പിന്നീട് വീണ്ടും ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെയാണത് നടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ. അത് ഈ കാലയളവിൽ ഏതാണ്ട് 2.25 കോടിയിലേറെ കുട്ടികൾക്ക് കലോത്സവത്തിലൂടെ മാത്രമല്ല കേട്ടോ, സംസ്ഥാന സ്കൂൾ കലോത്സവം, സംസ്ഥാന ശാസ്ത്രമേള, സൗത്ത് ഇന്ത്യൻ ശാസ്ത്രമേള, സംസ്ഥാന ഇത് സ്പോർട്സ് മീറ്റ് വരുന്നത്, പിന്നെ നാഷണൽ ഫെസ്റ്റ് വരുന്നത്, സൗത്ത് ഇന്ത്യൻ സ്പോർട്സ് വരുന്നത്, അങ്ങനെ എല്ലാ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേളകളിലും കൂടി. അതുപോലെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സെപ്പറേറ്റ് ഇപ്പോഴും നടത്തുന്നുണ്ട്. കാരണം അത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുവാൻ വേണ്ടിയിട്ട് സർക്കാർ അങ്ങനെ മാറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം, ഇങ്ങനെ എല്ലാ കലോത്സവങ്ങളിൽ കൂടി. പിന്നെ ഞാൻ പറഞ്ഞു 2000 മുതൽ 2000 കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തു എന്ന് പറയും. അപ്പോൾ അതിനുശേഷം കോട്ടയം മാത്രമല്ല, ഒരു വർഷം എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 6 ജില്ലകളിൽ 7 ജില്ലകളിൽ ജില്ലാ തലത്തിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതുവരെ ടോട്ടൽ കുട്ടികൾക്ക് കലോത്സവങ്ങളിലൂടെ കൊടുത്ത, അല്ലെങ്കിൽ കായികമേളകളിലൂടെ കൊടുത്ത, അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളിലൂടെ കൊടുത്ത, ശാസ്ത്രമേളകളിലൂടെ കൊടുത്ത, ഇങ്ങനെ എല്ലാ മേളകളിൽ കൂടി കുട്ടികൾക്ക് കൊടുത്ത, ഇതുവരെ കൊടുത്ത കുട്ടികളുടെ എണ്ണം വരുമ്പോൾ 2.25 കോടിയിലേറെ വരുന്നത്. ഏതാണ്ട് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 3/4% ആൾക്കാർക്ക് 25 വർഷം കൊണ്ടാണ് 2000 മുതൽ ഇപ്പോൾ 2024 കഴിഞ്ഞ് 2025 എത്തിക്കഴിഞ്ഞ് ഈ 25 വർഷം കൊണ്ട് ഭക്ഷണം കൊടുത്തതാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് 2 വർഷം കൊടുത്തിരുന്നില്ല, കോവിഡ് വന്നിട്ട് കൊടുത്തില്ല. 20-ലും 21-ലും ഭക്ഷണം കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ 2019 പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ ആൾക്കാർക്കൊന്ന് ഈ സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും പ്രളയ ദുരിതാശ്വാസത്തിലേക്ക് വേണ്ടി മാറ്റേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ആലപ്പുഴ വെച്ചിട്ടായിരുന്നു അന്നത്തെ കലോത്സവം നടന്നത്. അപ്പോൾ ആ കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് KSTA എന്ന അധ്യാപക സംഘടന അവർക്ക് സാധനങ്ങളെല്ലാം വാങ്ങിത്തരികയും ഞങ്ങളത് ഫ്രീ ആയിട്ട് പാചകം ചെയ്ത് കൊടുക്കുകയും അങ്ങനെയും ഒരിക്കൽ ചെയ്തൊരു ചരിത്രം കൂടിയുണ്ട് ഈ കലോത്സവത്തിൻ്റെ ചരിത്രമെടുത്താൽ. വളരെയധികം ഒരു അത്ഭുതം എന്ന് പറയുന്നത്, ഇത്രയും ആൾക്കാർക്ക് ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കൊടുത്തത്, അത് ഒരു തരത്തിലും ഒരു കുട്ടിക്ക് പോലും ഒരു പ്രയാസം ഉണ്ടാക്കാത്ത രീതിയിൽ അതിനെ അങ്ങനെ കൊണ്ടുപോവുക, ആ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം കേരളത്തിൽ നമ്മൾ പല ഹോട്ടലുകളുടെയും പല ഇതുപോലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലത്തു നിന്ന് ഒരുപാട് ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾ വായിച്ചറിയാറുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു സ്കെയിലിൽ ഇങ്ങനെ നടത്തുമ്പോൾ അതെങ്ങനെയാണത് അങ്ങത് അതിന് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? സ്കൂൾ കലോത്സവങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിനേക്കാൾ അപ്പുറം അതൊരു മാനേജ്മെൻറ്റാണ്, ഒരു മാനേജ്മെൻറ്റ് സ്കില്ലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 100 പേർക്ക് കൊടുക്കാവുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ലിസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ ഒരു യൂണിറ്റാണ്. 100 പേർ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയിട്ട് ആ യൂണിറ്റിന് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എത്രമാത്രം ക്വാണ്ടിറ്റി വേണം എന്നൊരു കണക്ക് നമ്മുടെ കയ്യിലുണ്ട്.
അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. 1000 മണ്ണം എടുക്കാം, 10,000 എടുക്കാം, 1 ലക്ഷം എടുക്കാം, 10 ലക്ഷം എടുക്കാം. പക്ഷേ ഓരോ ലക്ഷങ്ങൾ കഴിയുമ്പോഴും നമ്മളൊരു 0.5% വെച്ച് ഡിപ്രീസിയേഷൻ കണക്കാക്കി കുറച്ചുകൊണ്ടാണ് എടുക്കുക. കാരണം വോളിയം കൂടുന്തോറും നമുക്ക് ക്വാണ്ടിറ്റി കുറവ് മതി. അതൊരു ശാസ്ത്രമാണ്. അതിങ്ങനെ അതിൻ്റെ അകത്ത് മാനേജ് ചെയ്ത് പോകും. പിന്നെ സാധാരണഗതിയിൽ ഉച്ചയ്ക്കലത്തേക്കുള്ള ഭക്ഷണം റെഡിയായി കഴിയുന്ന സമയത്ത് തന്നെ വൈകുന്നേരത്തേക്ക് കൊടുക്കേണ്ട സാധനങ്ങളെല്ലാം ഒരു ഹാഫ് ബോയിൽഡായിട്ട് നിലനിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് കുറേ ആൾക്കാർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കയറി വന്നാൽ നമുക്ക് ഈ സംഭവങ്ങൾ ഹാഫ് ബോയിൽഡായിട്ട് അല്ല പകുതി വേവിച്ച് നിർത്തിയിരിക്കുന്ന കഷ്ണങ്ങൾ ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് കൊടുത്ത സാധനങ്ങൾ അല്ലെങ്കിൽ വേറെങ്കിലും ഒരു ഐറ്റം നമ്മളത് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഭക്ഷണത്തിൻ്റെ കൊടുക്കുന്ന വിഭവങ്ങളിൽ അങ്ങനെ വലിയ സ്കേഴ്സിറ്റി ഒന്നും സംഭവിക്കാറില്ല. പിന്നെ പരമാവധി ഹൈജീനിക്കായിട്ടാണ് എല്ലാ പരിസരങ്ങളും നമ്മൾ എല്ലാം വൃത്തിയായിട്ട് അടച്ചു വയ്ക്കുക. പാത്രങ്ങളെല്ലാം 2-3 പ്രാവശ്യം കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കുക. അടുക്കളയിലേക്ക് മറ്റുള്ള ഒരാൾക്കും പ്രവേശനം കൊടുക്കാതിരിക്കുക. എല്ലാവരും ക്യാപ്പിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെ കുറേ ഇത് നമ്മൾ ഒരു മാൻഡേറ്ററി ആയിട്ട് കുറേ കാര്യങ്ങൾ ഇവരോട് സംസാരിച്ചിട്ടുണ്ട്, നമ്മളത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊരു പിന്നെ ഇറ്റ്സ് എ ഗ്രേസ്, ഒരു ഈശ്വരാധീനം തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോൾ എത്ര ശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞാലും എത്ര കണക്ക് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു ഒരു പ്രെയർ ഉണ്ടാവും. അത് നമ്മുടെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രെയറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ഇതൊരു ഡിവൈൻ കൺസെപ്റ്റാണ് ആണെന്നുള്ള സങ്കല്പത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാരണവശാലും ഒരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ അത്തരം ഒന്നും നമ്മൾ ചേർക്കാൻ ശ്രമിക്കാറ് പതിവില്ല. ഒരു ഐറ്റം അല്പം കുറഞ്ഞാൽ തന്നെ ആ കുറയുന്നത് കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കാറില്ലാണ്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണിച്ച് നീട്ടുന്ന പരിപാടി ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വോളിയമൈസായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നും ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഡ്യൂറേഷൻ അത്ര വരുന്നില്ല, എത്ര മണിക്കൂർ ആ സാധനം കേടാവാതെ ഇരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് ആ സമയത്തിനുള്ളിൽ തീരാൻ പാകത്തിലുള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെന്ന് വരില്ല, വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കോഴിക്കോട് വെച്ചിട്ട് ചേന കൊണ്ട് നമ്മൾ പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് വെച്ചിട്ട് സാധാരണ ചേന. പക്ഷേ ഈ ചേനയുടെ ഒരു പ്രശ്നം അതിന് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. അതിൻ്റെ അകത്ത് പക്ക റോയാണ് ആ മെറ്റീരിയൽ. അപ്പോൾ അതിനൊരു 3 മണിക്കൂർ കൂടുതൽ ലൈഫ് കിട്ടില്ല. 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് വാട്ടർ എക്സ്പെലിയേറ്റ് ഇങ്ങനെ പുളിച്ച് കുമള പൊട്ടാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സാധനം വളരെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സാധ്യതയുള്ളതുകൊണ്ട് 3 മണിക്കൂർ സമയത്തേക്ക് വിളമ്പാൻ എത്രമാത്രം കുട്ടികൾ വരും എന്നൊരു കാൽക്കുലേഷൻ നമുക്കുണ്ട്. സാധാരണ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അന്ന് നടക്കുന്ന പ്രോഗ്രാമിൻ്റെ ചാർട്ട് നമ്മൾ വാങ്ങി വയ്ക്കും എല്ലാ ദിവസവും, ഏതൊക്കെ പ്രോഗ്രാംസ് ഏതൊക്കെ സ്റ്റേജിൽ നടക്കുന്നു. അപ്പോൾ ഇത്ര കാലത്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വരാവുന്ന കുട്ടികളുടെ എണ്ണം നമുക്ക് കിട്ടും, കുട്ടികളുടെ എണ്ണം കിട്ടും. പിന്നെ വരുന്ന ബാക്കിയുള്ള വോളണ്ടിയേഴ്സ്, മറ്റ് സംഘടനാ ഭാരവാഹികൾ, മറ്റ് അസോസിയേഷൻസ്, അധ്യാപകർ എല്ലാം കൂടെ കൂട്ടി ആ എണ്ണം എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. കുട്ടികളുടെ എണ്ണത്തിൽ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാറുള്ളത്. അപ്പോൾ അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ഇത്ര കുട്ടികൾ വരുന്നു. സാധാരണയ്ക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ എത്ര ആൾക്കാർ ആ പന്തലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 3 മണിക്കൂറിനുള്ളിൽ എത്ര കുട്ടികൾ ഭക്ഷണം കഴിച്ച് പോകുന്നു എന്നുള്ളത് കണക്കാക്കിയിട്ട് അത്രയും പേർക്കുള്ള ഈ ചേന കൊണ്ടുള്ള പായസം വയ്ക്കുകയും അതിന് ശേഷം വന്ന കുട്ടികൾക്ക് വേറെ സേമിയ പായസം വെച്ച് കൊടുക്കുകയും ചെയ്തു. അത് കോഴിക്കോട് വെച്ച് നടന്ന സംഭവം. കാരണം അതിൽ കൂടുതൽ ഇരുന്നാൽ ആ സാധനം ഇൻഫെക്ഷനാണ്. അന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്രോബ്ലം ആയ കാരണം അത് കറക്റ്റായിരുന്നു ആ കണക്ക് തന്നെ. ഒരു 15 മിനിറ്റ് കൂടി എക്സ്ട്രാ 2 മണിക്ക് തീരും എന്ന് വിചാരിച്ച 2:15 വരെ കൊടുക്കാനുണ്ടായിരുന്നു ചേന പായസം. അപ്പോൾ അത് ആ വോളിയത്തിലൊന്ന് നേരിയ വ്യത്യാസം എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊരു ഈ എന്താണ് നമ്മൾ അങ്ങനെയൊരു കണക്ക് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, അതൊരു എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രേസാണ്. ഒരു പ്രാർത്ഥനയുടെ ഫലം ഉണ്ടല്ലോ എല്ലായിടത്തും എപ്പോഴും അതുണ്ടാവും. അപ്പോൾ അതിൽ വിശ്വസിച്ചിട്ട് അങ്ങ് പോകാമെന്നുള്ളതല്ലാണ്ട് അങ്ങനെയാണ് പോകാറ് പതിവുള്ളത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇതുവരെ കൊടുക്കുവാൻ പറ്റി. അതിൽ വലിയ ഈശ്വരാധീനം. 10-25 കൊല്ലമായിട്ട് മേജർ കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ഇതുവരെ കൊടുക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാരുടെ അനുഗ്രഹം, ഈ പറഞ്ഞു തന്ന ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം, എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം, ഞാൻ ഈ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാരുടെ അനുഗ്രഹം എല്ലാം എൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരുപോലെ കൂടത്തിൽ നിന്ന് നമ്മളെക്കാൾ സിൻസിയറായിട്ട് ഈ സാധനങ്ങൾ എത്തിക്കുവാനും
അതിന് അവ കൃത്യമായിട്ട് വിതരണം ചെയ്ത് കൊടുക്കാനും ചുമതലപ്പെട്ടിട്ടുള്ള സംഘടനാ ഭാരവാഹികൾ ഓരോ വർഷവും ഓരോ സംഘടനകളായിട്ട് മാറി മാറി വരിക. അത് KSTAയും KPSTAയും, അതായത് ഭരണപക്ഷത്തും പ്രതിപക്ഷമുള്ള സംഘടനകൾ മാറി ആയിട്ടായിരിക്കും എല്ലാ വർഷവും വരിക. പക്ഷെ അവരെല്ലാവരും ഒരുപോലെ ആത്മാർത്ഥമായിട്ട് ഒരു ടീമായിട്ട് തന്നെ നമ്മളെത്ര പണിക്കാരുണ്ടെന്നുള്ളതിനേക്കാൾ അപ്പുറം അതിൻ്റെ ഒരു 10 ആൾക്കാർ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുണ്ട്. അവരുടെ ആ ഒരു പ്രവർത്തനം കൂടെ കൂടിക്കൊണ്ടാണ് നമുക്കിത് വിതരണം ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. നമ്മൾ മാത്രം വിതരണം നമ്മുടെ ഭാഗത്തേ അല്ലല്ലോ, വിതരണം അവരാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്ന 4000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അറ്റ് എ ടൈം 4000 പേര് ഇരിക്കാമെന്ന് പറഞ്ഞാൽ 400ഓളം അധ്യാപകർ ഒരു ഷിഫ്റ്റിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഒരു ദിവസം തന്നെ 3-4 ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വരുമ്പോൾ. അത്രമാത്രം അധ്യാപകരെ ഈ സംഘടന ഭാരവാഹികൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനം നല്ലോണം എൻ്റെ പിന്നിലുണ്ട്. എൻ്റെ മാത്രം പ്രവർത്തനമല്ല, ഞാനുണ്ട്, എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ പണിക്കാരുണ്ട്, അവരെപ്പോലെ തന്നെ ഈ ഭക്ഷണ കമ്മിറ്റി നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന അധ്യാപക സംഘടനകളുണ്ട്. അവരെല്ലാം ഒരുപോലെ സഹകരിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത്. പാചകം എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ദേഹണ്ണം എന്ന് പറയുന്ന അത് അദ്ദേഹം അടുക്കളയിൽ മാത്രം ഒതുങ്ങി ആ ഭക്ഷണം ഉണ്ടാക്കി ഒരു തൊഴിൽ എന്നുള്ള നിലയിൽ മാത്രം അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും സമൂഹത്തിൻ്റെ ഒരുപക്ഷെ ആർക്കും അറിയുക പോലും ഇല്ല ആരെ ഭക്ഷണം ഉണ്ടാക്കിയ എന്നുള്ളത്. ഭക്ഷണം കഴിച്ചു ആൾക്കാർ പോയി. പക്ഷേ അതിൽ നിന്നും ഈ ഒരു മാറ്റം, അതായത് പല വ്യക്തികളും പാഷനേറ്റായിട്ട് വ്യക്തികളും പാചകം ചെയ്യാനായിട്ട് അതൊരു പ്രൊഫഷനായിട്ട് ഏറ്റെടുക്കുകയും അതിൽ തന്നെ ഇൻവോൾവ് ചെയ്ത് ഒരു വലിയ സംരംഭങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങ് ഒരു ഈ ദേഹണ്ണം എന്ന ഒരു ജോലിയെ ഒരു എന്താ പറയുക, ആധുനിക ഷെഫ് എന്ന രീതിയിൽ മാറ്റിയെടുക്കുകയും ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാനും അങ്ങേക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെയാണത് അതിനെ രൂപപ്പെടുത്തിയെടുത്തത് എന്നുള്ളതിനെ പറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ തലമുറയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് വരികയും അതിൽ പങ്കെടുക്കുകയും അതിനെ ഒരു ജീവിതമാർഗമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രചോദനം അത് കിട്ടും എന്നുള്ളതിന്. മുൻകാലങ്ങളിൽ, അതായത് ഞാൻ പറഞ്ഞില്ല, ഞാൻ 80കളിലാണ് 80-90കളിലേക്ക് എത്തുന്ന സമയത്തേക്കാണ് പാചക രംഗത്തേക്ക് വന്നിരുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ പാചകക്കാരെന്ന് പറഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗം തന്നെയായിരുന്നു. ചില സ്ഥലങ്ങളിൽ അവരെ കോക്കി എന്ന് ആക്ഷേപിച്ചവരെ വിളിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ അന്ന് ഒരു സമൂഹത്തിൽ ഏറ്റവും താഴേക്കടയിലുള്ള ചില വ്യക്തികൾ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ വെടിക്കെട്ടുകാർ, ആനക്കാർ, ചിന്തിക്കടക്കാർ, അങ്ങനെ ഒരുപാട് ഏറ്റവും താഴെ ലെവലിൽ ആൾക്കാർ കണ്ടിരുന്ന ആ ഒരു ജീവനക്കാരുടെ അല്ലെങ്കിൽ ആ ഒരു പണിക്കാരുടെ ശ്രേണിയിലേക്ക് പാചകക്കാരൻ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പാചകരംഗത്തേക്ക് വരുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമുക്ക് അത്ര സന്തോഷത്തോടൊന്നും അല്ലെങ്കിലും മറ്റു മാർഗ്ഗങ്ങളില്ലാത്തത് കൊണ്ട് ഇതിലേക്ക് വന്നതാണ് എന്ന് ഞാൻ പറയാനുണ്ടായ കാര്യം അതായിരുന്നു. പക്ഷേ യാദൃശ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. മാത്രമല്ല അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഇപ്പോൾ ഞാൻ കാണുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് പാചകരംഗത്തേക്ക് വരികയും അതിൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഈ പാചകക്കാരിൽ ഉണ്ടാക്കണം എന്നൊരു മോഹം കൃത്യമായിട്ട് വരികയുണ്ടായി. അപ്പോൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ ചില ക്രൈറ്റീരിയകൾ നമ്മൾ പാചക സ്ഥലത്ത് അല്ലെങ്കിൽ പാചക രംഗത്ത് വരികയാണ്. കാരണം അന്ന് ആൾക്കാർ ഈ പാചകക്കാരും ശ്രദ്ധിച്ചാലായിരുന്നു, നിവൃത്തിയുണ്ട് ഒരാളും കുളിക്കില്ല, വൃത്തിയായിട്ടുള്ള വസ്ത്രം ധരിക്കില്ല, ഏത് നേരം മുറുക്കിയിട്ട് കയ്യിലൊരു ഒരു കത്തിയും പിടിച്ചിട്ടിങ്ങനെ നടക്കുക. അപ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ഒരു വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു രൂപം പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഒരു ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്ത് പാചകം ചെയ്യാമെന്ന് ആദ്യം തീരുമാനിക്കുക. ആൾക്കാർ കഴിയുന്നതും വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നിൽക്കണം എന്നും തീരുമാനിക്കുക. ഈ മുറുക്ക്, പുകവലി തുടങ്ങിയ സംഭവങ്ങളൊക്കെ പാചകശാലയിൽ നിന്നും മാറ്റുക. പുറത്തുപോയി ഇതെന്ത് ചെയ്യാതിരിക്കാതെ വേറൊരു വിഷയം. അതുപോലെ മദ്യപാനം, ഇവയെല്ലാം പാചകശാലയിൽ നിന്ന് മാറ്റുക. ഇത്തരം കാര്യങ്ങൾക്ക് സ്ട്രിക്റ്റായിട്ടുള്ള കുറച്ച് വളരെ സ്ട്രിക്റ്റായിട്ട് അത്തരം കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആദ്യം ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ശരിക്കും ഈ പാചകക്കാർക്ക് ഒരു വാല്യൂ ഉണ്ടാക്കാൻ ഒരു പരിധിവരെ സഹായിച്ചത്. മാത്രമല്ല അന്നത്തെ കാലത്തൊക്കെ വളരെ നിസ്സാരമായ, വളരെ
നിസ്സാരമായ പൈസ മാത്രമേ പാചകക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് വളരെ ന്യായമായ റെമ്യൂണറേഷൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എല്ലാവർക്കും സാമാന്യം നല്ല ജീവിത സാഹചര്യങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 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 80-കൾ 90-കളിൽ നിന്നും ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ, കേരളത്തിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ സാമാന്യം നല്ല രീതിയിൽ നടന്നു പോകുന്ന എല്ലാ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെയും അമരത്ത് നിൽക്കുന്ന എല്ലാ ആൾക്കാരും വൈറ്റ് ആൻഡ് വൈറ്റിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതൊരു വൈറ്റ് ആൻഡ് വൈറ്റ് നിൽക്കുന്നതുകൊണ്ടൊരു ഗുണമെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഈ ചെളി വീണാൽ പെട്ടെന്ന് അറിയും എന്നുള്ളത് കൊണ്ട് നിവൃത്തിയുള്ളിടത്തോളം ഇതിൽ ചെളി വീഴാനോ അല്ലെങ്കിൽ മറ്റുള്ള ഈ ആഹാര സാധനങ്ങൾ സ്പില്ല് ചെയ്ത് പോകാനോ ഒന്നും നമ്മൾ സമ്മതിക്കാറില്ല. വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അന്നേരം രണ്ട് കാര്യങ്ങളുണ്ടാകും. ഒന്ന്, ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ കൂടുതലാകും മറ്റേതിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിപ്പോൾ പാചകത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ന്യായമായ റെമ്യൂണറേഷൻ കിട്ടി, സൊസൈറ്റി അവരെ ബഹുമാനിക്കാൻ തുടങ്ങി. അതിപ്പോൾ ഈ സൊസൈറ്റി ബഹുമാനിക്കുന്നതിനേക്കാൾ അപ്പുറം അവർക്ക് അംഗീകാരം കൊടുക്കാൻ തുടങ്ങി. ഈ കലോത്സവങ്ങളിലൂടെ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഏതൊരാളും അങ്ങനെ ഒരു റോൾ മോഡൽ പോലെ ഇങ്ങനെ കാണുമ്പോൾ പൊതുവെ പുതിയ തലമുറയിൽ വരുന്ന ആൾക്കാർക്ക് നമ്മളിത് ഇത്ര വർഷം 10-35 വർഷം ഒരുപാട് രീതിയിൽ അധ്വാനിച്ചും പണിയെടുത്തും കൈ മുറിച്ചും കൈ പൊള്ളിച്ചും ഒക്കെ തന്നെയാണ് ഇതിലേക്ക് വന്നത് എന്ന് അറിയാതെ തന്നെ ഇങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ രൂപമല്ല കാണുന്നുള്ളൂ. ആ രൂപത്തിൽ കാണുമ്പോൾ ചെറുപ്പക്കാർക്കും വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മാറാമല്ലോ, പൊതുവെ ആൾക്കാരറിയാലോ. പക്ഷേ അതിന് കുറച്ച് റിസ്ക് കൊണ്ട് അറിയും. എല്ലാ ആൾക്കാരും അറിയും നല്ല ഭക്ഷണം കൊടുത്താൽ ഒരു മനുഷ്യന് മതി എന്ന് പറഞ്ഞ് കൊടുക്കാവുന്ന ഒരേ ഒരു സാധനം ഭക്ഷണമാണ്. അപ്പോൾ നല്ല രീതിക്ക് കൊടുക്കുകയും കൂടി ചെയ്യുന്നൊരു സമയമാകുമ്പോൾ അയാളെ കൃത്യമായിട്ടും ആൾക്കാർ അന്വേഷിച്ച് വന്നിരിക്കുന്നില്ല. നല്ല ഭക്ഷണം നമ്മൾ കൊടുക്കാൻ റെഡി ആവുകയാണെങ്കിൽ എത്ര കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ആ ആൾ ആരാണെന്ന് അന്വേഷിച്ച് വന്ന് കണ്ടെത്തിയിട്ട്, ഒരിക്കലെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അന്വേഷിച്ച് വന്ന് കണ്ടെത്തി ഭക്ഷണം ചോദിച്ചു. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരു റേറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ആരും അത്ര കൃത്യമായിട്ട് ബോധപ്പെടുന്നില്ല. നല്ല ഭക്ഷണം കിട്ടുന്നതിന് കൂടുതൽ പൈസ മുടക്കാൻ ആൾക്കാർ തയ്യാറാവുന്നുണ്ട്. മാത്രമല്ല ഇതിന് വ്യയം ചെയ്യാൻ ആൾക്കാർ ഇത് റെഡിയായിട്ടും വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ ഘടകങ്ങളും അനുകൂലമായിട്ട് വന്നപ്പോഴാണ് പാചകക്കാർക്കും പാചക സ്ഥാപനങ്ങൾക്കും വിലയുണ്ടായി വന്നത്. അത് നിലനിർത്താനാണ് പാട്. നിലനിർത്തിക്കൊണ്ട് പോകാൻ നല്ല പാടാണ്. എങ്കിലും അതിന് വിലയുണ്ടെന്നുള്ള സത്യമാണ് ഇപ്പോൾ. പുതിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വരികയും പിന്നെ ഇതിൽ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ നമ്മളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ അതായത് ഒരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ പണ്ടൊക്കെ ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞു പോയി, അത് മറന്നു. പക്ഷേ ഇന്നതല്ല. ഇന്ന് അത് ഒരുപാട് സാധ്യതകളുണ്ട്. അതായത് എന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന രീതിയിൽ ഈ പാചക കലയെ മാറ്റിയെടുക്കുക. അത് പല യൂട്യൂബ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും അങ്ങനെയൊക്കെ, പിന്നെ ഡയറക്റ്റായിട്ട് ആരാണോ അതിനെ തേടുന്നത് അവർക്ക് എത്തിപ്പെടാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാവുകയും അതിന് നമ്മൾ പ്രചോദനമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അത് ഒരുപാട് സഹായിച്ചിട്ടില്ലേ ഈ പ്രൊഫഷനെ ഇങ്ങനെയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്? അതിന് നമ്മുടെ സാമൂഹിക വ്യവസ്ഥതയ്ക്ക് വന്ന വ്യത്യാസമാണ് കുറേ. മുൻകാലങ്ങളിൽ ഒരു കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം ന്യൂക്ലിയർ ഫാമിലിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ തന്നെ രണ്ടുപേരും ജോലിക്ക് പോവുക, അങ്ങനെ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി. അത്യാവശ്യം വേണ്ട ഭക്ഷണം അവർക്ക് പാചകം ചെയ്തവർ പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വീക്കിലി ഗെറ്റ് ടുഗദറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനോ വീണ്ടും അതിനു വേണ്ടി ഇത്ര കാര്യം അതുപോലെ ഓടിപ്പടിച്ചിട്ട് ഓരോരുത്തരും രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വന്ന് റെസ്റ്റ് പോലും കിട്ടാണ്ട് നിൽക്കണം. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഏതെങ്കിലും അടുത്തുള്ള ഒരു കാറ്ററിംഗുകാരനെ ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് ആ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട്. നല്ല ഹോട്ടലാണ് അവിടുന്ന് കൊടുക്കും, അല്ലെങ്കിൽ കാറ്ററിംഗുകാരൻ അങ്ങനെ കൊടുക്കും. അപ്പോൾ ഇത്രമാത്രം ഈ സോഷ്യൽ മീഡിയയിലെ പ്രൊമോഷനും കൂടി വന്നതോടുകൂടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൾക്കാർ അന്വേഷിച്ച് നോക്കി തുടങ്ങി, അതിൻ്റെ റേറ്റിംഗ് നോക്കി തുടങ്ങി. എന്നിട്ടിപ്പോൾ എല്ലാ ആൾക്കാരും ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുക. മാത്രമല്ല വൺസ് ഇൻ എ വീക്ക് ഒരു ഔട്ടിങ്ങിന് പോകാൻ റെഡിയായി തുടങ്ങി. മുൻപ് അങ്ങനെയൊന്നും പതിവുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ അങ്ങനെയൊക്കെ മൊത്തത്തിൽ മാറിക്കഴിഞ്ഞപ്പോൾ ഭക്ഷണം എന്ന സാധനം അല്ലെങ്കിൽ ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കുന്ന എവിടെ ആയാലും ഏത് പാചകക്കാരനായാലും ഏത് സ്ഥാപനമായാലും അങ്ങോട്ട് ആൾക്കാർ തേടിയെത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ട് പാചകക്കാർക്ക് നല്ലൊരു വാല്യൂ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് വ്ളോഗേഴ്സൊക്കെ കയറി വന്നിട്ട് ചിലർ അതിൻ്റെ അകത്ത് നല്ലതും ചീത്തയുണ്ട്. രണ്ടും ഞാൻ പറയുന്നുണ്ട്. നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്.
ചില ആൾക്കാർ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതുണ്ട്, ചില ആൾക്കാർ നല്ല രീതിക്ക് മാത്രം കൃത്യമായി കമൻ്റ് ഇട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആൾക്കാരിൽ ഇത്രമാത്രം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതനുസരിച്ച് ആൾക്കാർ എല്ലാവരും സമീപിക്കാറുണ്ട്. അപ്പോൾ ഭക്ഷണ വ്യവസായം ഒരു ശരിക്കൊരു വ്യവസായമായി മാറിക്കഴിഞ്ഞു. പണ്ടൊക്കെ സാധനങ്ങൾ സംഘടിപ്പിച്ച ആൾക്കാർ ഒത്തുകൂടിയിരുന്ന് പാചകം ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസിക്കാരൊരു കാറ്ററിംഗുകാരനെ ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതോടുകൂടി ഭക്ഷണത്തിൻ്റെ വ്യാപാര സാധ്യതകൾ വളരെ കൂടിക്കഴിഞ്ഞു. നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കോമ്പറ്റീഷൻ വരുമ്പോൾ നല്ല ഭക്ഷണം ആൾക്കാർ കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും നിലനിൽക്കാനുള്ള സാഹചര്യം കൂടി കേരളത്തിലുണ്ടെന്നുള്ളതാണ്. കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെയെല്ലാം ഉണ്ട്, നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഇനിയും വളർച്ച കൂടുതലല്ലാണ്ട് കുറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനിയും പാചകക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊരു എല്ലാവരും ഒരു ഡെഡിക്കേഷനോട് കൂടി തന്നെ ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങളും എടുക്കണം. ഇതിൻ്റെ അകത്ത് മറ്റ് ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുകയില്ല. ഈ അജിനോമോട്ടോ പോലെയുള്ള മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വസ്തുക്കളൊന്നും ചേർക്കുകയില്ല. നാച്ചുറൽ രീതിക്ക് തന്നെ ഇതിനെല്ലാം ടേസ്റ്റ് ഉണ്ടാകാനുള്ള ഒരുപാട് വഴികളുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുമ്പോൾ ആൾക്കാർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് തുടങ്ങും. അപ്പോൾ മാർക്കറ്റുണ്ട് ഇപ്പോൾ നല്ലോണം. അതുകൊണ്ട് നല്ല പാചകക്കാരൻ്റെ സാധ്യതകളുണ്ട്. ചീത്ത അല്ലെങ്കിൽ അത്ര മോശം പ്രകടനം കൊടുക്കുന്ന ആൾക്കാരുടെ സാധ്യതകൾ നഷ്ടപ്പെടുകയും ചെയ്യും. കാരണം ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ഭക്ഷണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ആൾക്കാർക്ക് നല്ലോണം അറിയാം. അതുമാത്രം ആൾക്കാർ പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുന്നുണ്ട് വീട്ടിലുണ്ടാക്കുന്നതിനപ്പുറത്തേക്ക്. അപ്പോൾ അത് എവിടെയാണ് നല്ലതെന്നുള്ളത് ചീത്ത കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് കൊള്ളില്ല, ഇനി അവൻ്റെ അടുത്ത് പോകണ്ടെന്ന് തീരുമാനിക്കും. അപ്പോൾ ഒരുപോലെ ഉണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. മോശം പെർഫോമൻസ് ഉള്ളവർ ഫീൽഡ് ഔട്ട് ആവുകയും ചെയ്യും. രണ്ടും നടക്കുന്നുണ്ട്.